അതിജീവനം ബൈ ജിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയോ മനസ്സിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിൻ്റെ സ്വഭാവം? ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലായിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകാൻ നമുക്ക് സാധിക്കും. അതുപോലെ മനസ്സിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, മനസ്സ് പ്രവർത്തിക്കുന്നത് വികാരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഉദാഹരണം, ഇപ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യം, ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം നടന്ന ദിവസം അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കും. അതുപോലെ ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം നടന്നൊരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അതും നമ്മൾ ഓർത്തിരിക്കും. അതുപോലെ ഏറ്റവും ഭയം ഉണ്ടായൊരു കാര്യം അതും നമ്മൾ ഓർത്തിരിക്കും, അല്ലേ? ഇതുപോലെയുള്ള വികാരങ്ങൾ, സന്തോഷം, സങ്കടം, ഭയം തുടങ്ങിയ ഇതുപോലെയുള്ള വികാരങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ദിവസങ്ങൾക്ക് ശേഷം പോലും നമ്മൾ ഓർത്തിരിക്കും. അതെന്തുകൊണ്ടാണ്? മനസ്സ് ആ ഒരു സംഭവം ആ വികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സ് വികാരങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമ്മുടെ മനസ്സിനെ പോസിറ്റീവായ രീതിയിലേക്ക് നയിക്കാനായിട്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത കാര്യം, അതായത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അടുത്ത കാര്യം ആവർത്തനം. അതായത് ഏതൊരു കാര്യവും നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അത് നമ്മുടെ മനസ്സിൽ പതിയും. അത് പോസിറ്റീവായാലും ശരി, നെഗറ്റീവായാലും ശരി. നമ്മളൊരു കാര്യത്തെ ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിയും. അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അതും നമുക്ക് മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട്, നമ്മുടെ ഉപബോധ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പോസിറ്റീവായ രീതിയിൽ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് പറയുന്നത്. അതായത് മനസ്സെന്ന് പറയുന്നത് തിരിച്ചറിവാകാത്തൊരു കുട്ടിയെ പോലെയാണ്. ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട്, അപ്പോൾ ചെറിയൊരു കുട്ടി, അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ കുട്ടിയോട് നമ്മൾ എന്തു പറയുന്നു അതുമാത്രമാണ് ആ കുട്ടി വിശ്വസിക്കുക. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇത് ശരിയല്ല, ഇത് നീ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് നീ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി അതിൻ്റെ മാതാപിതാക്കൾ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ മുതിർന്നവരെന്താണോ പറയുന്നത്, അതാണ് ആ കുട്ടി ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സൊരു ചെറിയ കുഞ്ഞിനെ പോലെയാണ്. നമ്മൾ എന്താണോ അതിലേക്ക് കൊടുക്കുന്നത് അത് പൂർണ്ണമായും വിശ്വസിക്കും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ട് കരയുകയാണ്. നമുക്കറിയാം അത് സിനിമയാണ്, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കണ്ണിലൂടെ വെള്ളം വരുന്നു? നമ്മുടെ ബോധമനസ്സിന് മനസ്സിലാവുന്നുണ്ട് അത് സിനിമയാണ്, പക്ഷെ ഉപബോധ മനസ്സിന് അറിയില്ല അത് സത്യമാണോ മിഥ്യയാണോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നം കണ്ട് നമ്മൾ ഞെട്ടി എണീക്കാറില്ലേ? അതൊരു സ്വപ്നമാണെന്ന് നമുക്കറിയാം എണീക്കുമ്പോൾ, പക്ഷേ നമ്മൾ ഭയക്കുന്നു സ്വപ്നത്തിൽ. എന്തുകൊണ്ട്? ആ ഒരു മനസ്സിനറിയില്ല, ഉപബോധ മനസ്സിന്, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനറിയില്ല ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിനെ കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ ജിത.